ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോഴേ ഞാനിതാ ഇന്ന് ഒരു അത്താഴത്തിൻ്റെ വീഡിയോയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അത്താഴത്തിന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വഴുതനങ്ങ മരത്തുമെന്നുണ്ടായ 2-3 വഴുതനങ്ങ പറിച്ചെടുത്തിട്ട് കേട്ടോ ഞാൻ. സത്യം പറഞ്ഞാൽ അത് മൂത്തിട്ടൊന്നുമില്ല, ഇനിയും ഇത് ഒരുപാട് വളരും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഉപ്പേരിക്കൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ അതാണ് പറിച്ചിട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളക് മരത്തുമെന്ന് 2 മുളകും പറിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മൂത്ത മുളകാണ്, നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുളക് ഇടേണ്ടടുത്ത് ഒരു മുറി മുളകൊക്കെ ഇട്ടാൽ മതി. പക്ഷേ എനിക്ക് എരിവ് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് 2 മുളക് തന്നെ തികച്ചിടാന്ന് കരുതിട്ടോ. അപ്പോൾ അതാ മുളക് മരത്തുമ്മ ഇതിമൊക്കെ നല്ലപോലെ മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതിമൊന്നൊക്കെ ഞാൻ പറിക്കലുണ്ട് കേട്ടോ മുളക്. ഓടി വന്ന് ഞാൻ വേഗം വഴുതനങ്ങ അരിഞ്ഞ് കൂട്ടി വെള്ളത്തിലേക്കാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഇതിലൊരു കറ ഉണ്ട് കേട്ടോ. ആ കറ കളഞ്ഞ് ഉപ്പേരി വെച്ചാലുള്ളൂ ഇതൊരു രസം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വേണം നമ്മളിത് വാരിയെടുക്കാൻ. അപ്പോൾ ഇതിന്നൊരു കറ പോവേ. എന്നിട്ട് നമുക്കിത് കടുകൊക്കെ പൊട്ടിച്ച് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് പെലച്ചച്ചോർക്ക് ഉപ്പേരി മുരിങ്ങത്താളിപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ കടുക് പൊട്ടി കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. നമ്മൾ മുളക് 2ആയിട്ട് കീറിയത് അതും ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് നല്ല എരിവാണ്, മുളകിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ കഴുകി വാരിയ വഴുതനങ്ങി കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം ഇളക്കി ഒരു 5 മിനിറ്റ് നമ്മുടെ ചട്ടി അടച്ച് വെച്ചാണ് വേവിച്ച് ഉപ്പേരി റെഡി ആയിട്ടോ. അങ്ങനെ പൊലച്ചക്ക് നീച്ച് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പി നമ്മളെ മുരിങ്ങ താളിപ്പ് ഉണ്ട് കേട്ടോ. മുരിങ്ങ താളിച്ച് വെച്ചിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുരിങ്ങ. അങ്ങനെ മുരിങ്ങ താളിപ്പ് ഒഴിച്ചു കൊടുത്തു നമ്മുടെ വഴുതനങ്ങ ഉപ്പേരിയും. പിന്നെ ഞാൻ നല്ല ചെമ്മീനും പച്ച മാങ്ങയും കാന്താരി ഉണക്കമുളക് ചുട്ടതൊക്കെ ഇട്ട് നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചിക്കൻ പൊരിച്ചതും കൂട്ടി അത്താഴത്തിന് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഇത് തന്നെയാണ് എൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ.